സർക്കാരിന്റെ കടുത്ത അവഗണനയ്ക്കിടയിലും കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതർ അതിജീവനത്തിന്റെ വഴി തേടുന്നു. ദുരിതങ്ങളുടെയും സങ്കടങ്ങളുടെയും ലോകത്തു നിന്നും ആത്മവിശ്വാസത്തോടെ പുതിയ തൊഴിൽ മേഖലയിലേക്ക് എത്താനായതിന്റെ ആഹ്ലാദത്തിലാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരായ ഷെഫീഖും കൂട്ടുകാരൻ പ്രശാന്തും. എൻഡോസൾഫാൻ ദുരിതബാധിതരായ കുട്ടികൾ പഠിക്കുന്ന പെരിയ മഹാത്മാ ബഡ്സ് സ്കൂളിലെ പഠിതാക്കളാണ് ഇവർ. ചാലിങ്കാലിലെ അബ്ദുള്ളയുടെ മകനാണ് ഷെരീഫ്. പെരിയ ഗണപതി വളപ്പിലെ ബാലന്റെ മകനാണ് പ്രശാന്ത്. കഴിഞ്ഞ 2 മാസക്കാലമായി ഇവർക്ക് പരിശീലനത്തിന്റെ കാലമായിരുന്നു. പെരിയ CHCയിലേക്ക് ശുചീകരണ തൊഴിലാളികളായി തിരഞ്ഞെടുക്കപ്പെട്ട ഇരുവരും ഏൽപ്പിച്ച ജോലി കൃത്യനിഷ്ഠതയോടെ ചെയ്തു തീർക്കാൻ പഠിച്ചു കഴിഞ്ഞു. കേൾവിശക്തിയും സംസാരശേഷിയുമില്ലാത്ത ഷെഫീഖിനെയും അല്പം മാത്രം ബുദ്ധിവൈകല്യമുള്ള പ്രശാന്ത് ബാലിനെയുമാണ് ഉപജീവനത്തിന്റെ വഴിയിലേക്ക് ബഡ്സ് സ്കൂളിൽ നിന്നും ആദ്യമായി തിരഞ്ഞെടുക്കുന്നത്. സ്കൂൾ പ്രിൻസിപ്പാൾ ദീപ പേരൂർ മുൻകൈയെടുത്താണ് കുട്ടികളെ പരിമിതികൾക്കിടയിലും പുതിയ പാതയിലേക്ക് എത്തിച്ചത്. 1 മാസം ട്രെയിനിങ് നൽകിയ ശേഷം മാത്രം സാറിന് അവരിൽ ഓക്കെ ആണെങ്കിൽ മാത്രം തുടർന്ന് എടുക്കുക എന്നുള്ളത് പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ എല്ലാ സ്റ്റാഫും അവിടെ ഹോസ്പിറ്റലിലെ ക്ലീനിങ് സെക്ഷനിലുള്ള എല്ലാ സ്റ്റാഫും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട്. ദിവസവും രാവിലെ 8 മണിയോടെ ആശുപത്രിയിലെത്തി ജോലിയിൽ പ്രവേശിക്കുന്ന ഇരുവരും 12 മണിയോടെ വീണ്ടും ബഡ്സ് സ്കൂളിൽ പഠനത്തിനെത്തും. വിഷുവിന് മുമ്പ് തന്നെ 2 പേർക്കും ആദ്യ ശമ്പളം നൽകാനാണ് ആശുപത്രി അധികൃതരുടെ തീരുമാനം. അച്ഛനും സഹോദരങ്ങൾക്കും വിഷുക്കോടി വാങ്ങി നൽകാനാണ് പ്രശാന്തിന്റെ ആഗ്രഹമെങ്കിൽ ബസ്സിൽ നിന്നും തെറിച്ചു വീണ് തളർന്നു കിടക്കുന്ന അച്ഛൻ അബ്ദുള്ളയുടെ ചികിത്സയ്ക്കായാണ് ഷെഫീഖ് പണം മാറ്റിവെക്കുന്നത്. അനിൽ പുളിക്കാലിനോടൊപ്പം റിപ്പോർട്ടർ, കാസർഗോഡ്.